2024 അബുദാബി ശക്തി അവാർഡ് പ്രഖ്യാപിച്ചു. ശ്രീകാന്ത് താമരശ്ശേരി കവിതാ വിഭാഗത്തിലും ജാനമ്മ കുഞ്ഞുണ്ണി നോവൽ വിഭാഗത്തിലും കഥാ വിഭാഗത്തിൽ ഗ്രേസിയും മഞ്ജു വൈഗിരിയും അവാർഡിന് അർഹരായി. ആഗസ്റ്റ് 25-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ചെങ്ങന്നൂരിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാടകം, കവിത, നോവൽ, ചെറുകഥ, വൈജ്ഞാനിക സാഹിത്യം, ബാലസാഹിത്യം, നിരൂപണം, ഇതര സാഹിത്യം എന്നിവയ്ക്കാണ് ഈ വർഷം പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓരോ സാഹിത്യ വിഭാഗത്തിനും 25,000 രൂപയാണ് അവാർഡ് തുക. പ്രശസ്തി ഫലകവും നൽകും. ശ്രീകാന്ത് താമരശ്ശേരി ഒരാൾ മാത്രമാണ്. കഥ രണ്ടുപേർക്കാണ് കൊടുക്കുന്നത്. ഗ്രേസിയുടെ കുറുങ്കഥകൾ ഗ്രേസി, മറ്റൊന്ന് ബോധി ബാബ മഞ്ജു വൈരകി. നോവല് ഒരവാർഡ് മാത്രമാണ്, പറയാതെ പോയത് ജാനമ്മ കുഞ്ഞുണ്ണി. നാടക പ്രപഞ്ചം കാളിദാസ പുതുമന, ഒച്ചയും കാഴ്ചയും ഗിരീഷ് കളത്തിൽ. ബാലസാഹിത്യവും 2 പേർക്കാണ്. വെള്ളബലൂൺ ദിവാകരൻ വിഷ്ണുമംഗലം. കുട്ടിക്കുട ഉഷാറാണ് ഡോക്ടർ രതീഷ് കാളിയാട്. വൈജ്ഞാനിക സാഹിത്യത്തിന് വേദി, ജനകീയ നാടകം, രംഗസഭ പഠനം മീനമ്പലം സന്തോഷ്. ചരിത്ര പഠനവും സമൂഹവും പ്രൊഫസർ വി കാർത്തികേയൻ നായർ. നിരൂപണം തായാട്ട് ശങ്കരൻ്റെ പേരിലുള്ള അവാർഡാണ്. അക്ഷരജാലകം MK ഹരിഹരൻ. ആഗസ്റ്റ് 25-ന് 3 മണിക്ക് ചെങ്ങന്നൂരിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മലയാള സാഹിത്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും സഹായകരമായ മികച്ച കൃതികൾ കണ്ടെത്തി അവ എഴുതിയ സാഹിത്യകാരന്മാരെ ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചെയർമാൻ P. കരുണാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺവീനർ AK മൂസ, പ്രഭാവർമ്മ തുടങ്ങിയവരും പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.